ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആകാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് ജോലിയും വീട്ടിലുള്ള എല്ലാവർക്കും ജോലിയും സ്കൂളും ഉള്ള ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നമുക്ക് കാണാമല്ലേ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ, എൻ്റെ ചാനലിൻ്റെ പേര് ലിറ്റി ജസ്റ്റിൻ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം വീഡിയോ കാണാൻ. എനിക്ക് ജോലിയുള്ളൊരു ദിവസം, എൻ്റെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 5 മണിക്കായിരിക്കും കേട്ടോ. ജോലി ഇല്ലാത്തപ്പോഴും ഏകദേശം 5:15 ദിവസം സ്റ്റാർട്ട് ചെയ്യും. 5 മണിക്ക് എഴുന്നേറ്റ രാവിലെ കുക്കിങ്, കൊച്ചിന് കൊടുത്തു വിടാനുള്ള ഫുഡ്, നമുക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ്. ജസ്റ്റ് കൊണ്ടുപോകാറില്ല, പക്ഷേ ഞാൻ കൊണ്ടുപോകാറുണ്ട്. കൊച്ചിന് ബ്രേക്ക്ഫാസ്റ്റും കൊച്ചിൻ്റെ സെക്കൻഡ് ബ്രേക്കിനുള്ള ഫുഡും ഒക്കെ കൊടുത്തു വിടണം. അങ്ങനെ നല്ല തിരക്കായിരിക്കും. തലേദിവസം അങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന ശീലം എനിക്ക് അങ്ങനെയില്ല. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് പാസ്തയാണ്. അതാകുമ്പോൾ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിൻ്റെ എല്ലാ ദിവസത്തെയും ഫുഡ് ഞാൻ ആ ദിവസം തന്നെ രാവിലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ചൂടായിട്ട് കൊച്ചിനുണ്ടാക്കി കൊടുത്തു വിടും. പിന്നെ കൊച്ചു സ്കൂളിൽ നിന്ന് വരുമ്പോൾ കഴിക്കാനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ. അത് ചിലപ്പോൾ നേരത്തെ തലേദിവസം ഉണ്ടാക്കി വെക്കും. ഇന്നിപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ഉണ്ടാക്കുന്നതിനിടയ്ക്ക് കൊച്ചും പോകുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ജസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് പോയി ജസ്റ്റ് ഒരു 6 മണി കഴിയുമ്പോഴത്തേനും നടക്കാൻ പോകും. കൊച്ചിൻ്റെ സ്കൂൾ ബസ് 6:15 വരുന്നത്. സോ അതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് തീർക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ രാവിലത്തെ സമയം എന്ന് പറഞ്ഞാൽ എത്ര നേരത്തെ നമ്മൾ എഴുന്നേറ്റാലും ഉണ്ടല്ലോ, നമുക്ക് സമയം തികയത്തില്ലെന്നേ. എനിക്കങ്ങ് ഭ്രാന്താണ്. അത് അതിൻ്റെ കൂടത്തെ വെപ്രാളവും കൂടെ. പിന്നെ എനിക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ബ്രോക്കോളി ഉണ്ടാക്കി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ മാസം തൊട്ട് കുറച്ചൊക്കെ ഭക്ഷണത്തിൽ പിടിച്ചില്ലെങ്കിൽ ശരിയാകുകയില്ലെന്ന് തോന്നി. അപ്പോൾ കുറച്ച് സാമനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സാമനും ബ്രോക്കോളിയൊക്കെ കൂടെ എടുത്തിട്ട് ഒരു സാലഡ് പോലെ ആക്കി. പിന്നെ കൊച്ചിന് പാസ്ത ഉണ്ടാക്കി. പിന്നെ കൊച്ചു വരുമ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ട ഫുഡ്, അതും കൊച്ചിന് എന്താ പറയേണ്ടത്, ഈ സാൽമനൊക്കെ വെച്ചിട്ട് ഒരു ക്രീമി സാൽമൺ പോലെ ഉണ്ടാക്കി വെച്ചു. അതാകുമ്പം കൊച്ചു കഴിച്ചോളും. അങ്ങനെ കൊച്ചിൻ്റെ ഫുഡൊക്കെ റെഡിയാക്കി. ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ്. എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ഞാൻ സെറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ എനിക്കും ജസ്റ്റിക്കും ഒക്കെ ജോലിയുള്ള ദിവസം, കൊച്ചിന് സ്കൂളിലും പോകേണ്ട ദിവസം നമ്മളെ സഹായിക്കാൻ ഒരു പുള്ളിക്കാരത്തി വരും കേട്ടോ. അതുകൊണ്ട് പിന്നെ പാത്രമൊന്നും ഞാനങ്ങനെ കഴുകിയിട്ട് പോകേണ്ടി വരത്തില്ല. ഇതിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓർത്തൊരു സ്മൂത്തി ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു. ചില ദിവസം സ്മൂത്തി, ചില ദിവസം നമ്മുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ ഉണ്ടാക്കുന്നത് അത് കൊണ്ടുപോകും. ഇതിപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറച്ച് ഡയറ്റൊക്കെ നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ മിക്ക സ്മൂത്തിയും ജസ്റ്റ് കഴിക്കുകയില്ല. അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്മൂത്തി ഉണ്ടാക്കി. അവോക്കാഡോ ഒന്നും ജസ്റ്റിക്ക് വലിയ പിടുത്തമില്ല, അതുകൊണ്ട് ജസ്റ്റ് അത് കൊണ്ടുവരാം. അപ്പോൾ ജസ്റ്റിക്ക് വീട്ടിലെന്താണെന്ന് വെച്ചാൽ പാസ്തയോ അല്ലാത്തൊക്കെ ഫുഡ് ഇരിപ്പുണ്ട്. ഇനി ഞാൻ ഈ ഉണ്ടാക്കുന്നതിനിടയിലാണ് ഞാൻ വിചാരിക്കുന്നത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അത് കൊണ്ടുപോകണം ഇത് കൊണ്ടുപോകണമെന്നൊക്കെ. അപ്പോൾ ചില സമയത്ത് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഇരിക്കുമ്പോൾ ചെറിയ എന്താ പറയുന്നത്, ഒരു സ്നാക്സോ കടിക്കാൻ തോന്നത്തില്ല, അല്ലെങ്കിൽ ഒരു മധുരമൊക്കെ. ചിലപ്പോൾ പിള്ളേർ പറയും ഇന്ന് കടിക്കാൻ ബിസ്ക്കറ്റൊന്നും ഇല്ലേന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലിറ്റിൽ ഹാർട്ട്സ് ഇരിപ്പുണ്ടായിരുന്നേ, അതെടുത്തേക്കാന്ന്. നമ്മൾ ഈ ധൃതി പിടിച്ച് എന്തെങ്കിലും എടുക്കുമ്പോൾ എല്ലാം കൂടെ തലകുത്തി താഴെ വീഴുന്നുള്ള എനിക്കല്ലെങ്കിൽ സ്ഥിരം അനുഭവം ഉള്ളതാണ്. എന്തെങ്കിലും ഓടിപ്പിടിച്ചെടുക്കുമ്പോൾ അടുക്കളയിരിക്കുന്ന മണ്ടയിരിക്കുന്ന മൊത്തം തലകുത്തി താഴെ വീഴും. അങ്ങനെ ഞാൻ എനിക്കുള്ള സ്മൂത്തി ഉണ്ടാക്കി. പിന്നെ ജസ്റ്റിക്കും കൂടി ഒരു സ്മൂത്തി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആ സ്മൂത്തിക്ക് ഒരു തിക്നെസ് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചുകൂടെ അവോക്കാഡോ കട്ട് ചെയ്ത് ഇട്ടേക്കാമെന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്ത് ദൈവമേ 6:15 ഈ 50 എന്ന് വിളിച്ച് പറഞ്ഞാൽ എന്നാന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പത്തെ വെപ്രാളത്തിൽ വിളിച്ച് പറഞ്ഞതാണേ. ബുക്കൊക്കെ എടുത്താ ലവ് യു ചെടുക്കൂട്ടാ. ഫുഡ് ഞാൻ എടുത്തോളാം. ഐ പ്രിപ്പയർ ദ ഫുഡ്. ബൈ. കൊച്ചിന് ഭയങ്കര കരുതലാണ് കേട്ടോ. അമ്മ ഫുഡൊക്കെ എടുത്തോന്ന് അവൻ ചോദിച്ചു. അങ്ങനെ കൊച്ചിനെ വിട്ടു. പിന്നെ ഒരു ഒറ്റ ഓട്ടം അടുക്കളയിലോട്ട്. അപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ 6:15 എനിക്ക് 7 ജോലിക്ക് കയറേണ്ടതാണ്. 6:45 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതിനു മുമ്പുള്ള തട്ടിക്കൂട്ടുകളാണ് ഈ കാണുന്നത്. നമ്മൾ എന്തൊക്കെ ഈവൻ ഞാൻ തലേദിവസം പ്രിപ്പയർ ചെയ്ത് വെച്ചെന്ന് ചെയ്താലും
രാവിലെ എനിക്ക് ഇമ്മാതിരി വെപ്രാളം വന്നേ. ഇനിയിപ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ എടുത്തു വെക്കുക. ഞാൻ പറഞ്ഞില്ലേ, ലഞ്ചിന് സാലഡ് എടുത്തു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സ്മൂത്തി എടുത്തു, പിന്നെ എടുത്ത പാലൊക്കെ തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ജോലിക്കാരി സഹായത്തിന് വരുമെങ്കിലും നമ്മൾ മൊത്തം അങ്ങനെ അളിച്ച് പറിച്ചിട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണ്ടേ അല്ലേ. പിന്നെ ഞാൻ അടുത്ത് കുറച്ച് ഗ്രേപ്സ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുപോകണ്ടേ, അതെടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് പോകുമ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുപോകും കേട്ടോ. ചില ദിവസങ്ങളിൽ ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും തന്നെ കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ചില ദിവസങ്ങളിൽ എല്ലാം കഴിക്കാൻ പറ്റും. അങ്ങനെ എന്താ പറയുക, ഗ്രേപ്സ് എടുത്തു, കുക്കുംബർ എടുത്തു, ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അതെടുത്തു, സ്മൂത്തി എടുത്തു, കോഫി പൗഡർ എടുത്തു, ലിറ്റിൽ ഹാർട്ട്സ് എടുത്തു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ദൈവമേ ഇതെന്തോരമാണ് കഴിക്കാൻ നിൽക്കുന്നതെന്ന്. പക്ഷേ മിക്കപ്പോഴും ആ കൊണ്ടുവന്ന സാധനം അതുപോലെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. എല്ലാ സാധനവും എടുത്ത് വെച്ചു, നേരെ ബാത്റൂമിലോട്ട് ഓടി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ബ്രഷ് ചെയ്തൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. സാധാരണ എല്ലാവരും നേരെ പോയ ബ്രഷ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത് കേട്ടോ. എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി ഫ്രഷായി ദേഹമൊക്കെ ഒന്ന് കഴുകി, തല കഴുകിയില്ല കേട്ടോ. എല്ലാ ദിവസമൊന്നും ഞാൻ തല കഴുകത്തില്ല, തല ഉണക്കാനൊന്നും എനിക്ക് സമയം കിട്ടത്തില്ല. ഇനി എൻ്റെ മേക്കപ്പ് സെഷൻ കുറച്ചെങ്കിലുമൊക്കെ ഒരുങ്ങി പോകണ്ടേ അല്ലേ, അങ്ങനെ ഒരുങ്ങി പോകുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി കുറച്ചൊന്നുമല്ല, ഞാൻ നന്നായിട്ട് ഒരുങ്ങി പോകുന്നതിൻ്റെ ആളാണെന്ന് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാൻ മേലെ. ഞാൻ ഈ ഒരുങ്ങുന്നത് സ്പീഡിൽ എന്താ പറയുക, സ്പീഡിൽ ഇട്ടില്ലെങ്കിലും ഇതേ സ്പീഡിൽ തന്നെ ആയിരിക്കും ഒരുങ്ങുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരു ടൈം മാനേജ്മെൻറ്റാണ്. 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഞാൻ ലേറ്റാവും. അത് മാത്രമല്ല, എനിക്ക് ഈ ലേറ്റായിട്ട് പോകുന്നൊന്നും ഒരിക്കലും, അത് ജോലിക്ക് മാത്രമല്ല കേട്ടോ, ഒരിടത്തും എനിക്ക് ലേറ്റായിട്ട് പോകുന്ന ഇഷ്ടമില്ല. എനിക്ക് ഇച്ചിരി പഞ്ച്വാലിറ്റി കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ആ ഒരു കാര്യത്തിൽ. എനിക്ക് ഭയങ്കര ദേഷ്യം എവിടെയെങ്കിലും, അത് എവിടെയാണെങ്കിലും ലേറ്റായിട്ട് പോകുന്നത്. അങ്ങനെ ഒരുങ്ങുന്നതിനിടയ്ക്ക് എനിക്ക് നന്നായിട്ട് ദാഹിച്ചു കേട്ടോ. ഈ രാവിലെയുള്ള ഓട്ടപ്പിടുത്തം, 5 മണിക്ക് അടുക്കള കയറുന്നതല്ലേ, ആ ഓട്ടപ്പിടുത്തത്തിനിടയിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തലമുടിയൊക്കെ ചീകി. രാവിലെ ഞാൻ പറഞ്ഞില്ലേ, കുളിക്കാത്തത്, നമ്മൾ രാവിലെ ജോലിക്ക് പോകുമ്പം തലമുടി വല്ലാണ്ട് നനഞ്ഞിരിക്കുമെന്നേ, പിന്നെ ഒരു സ്മെല്ലാവും. അതുകൊണ്ടാണ് രാവിലെ തല കുളിക്കാത്തത്. ദേഹം കുളിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുന്നത്, മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു, സൺസ്ക്രീൻ ഇട്ടു, ഫൗണ്ടേഷൻ ഇട്ടു, കോമ്പാക്ട് പൗഡർ ഇട്ടു, അങ്ങനെ എല്ലാം എൻ്റേതായ സാധനങ്ങൾ. പിന്നെ ലിപ് ലൈനർ ഇട്ടിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നത്. എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ പല വീഡിയോസിനകത്തും ഞാൻ എൻ്റെ മേക്കപ്പൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം ഞാൻ വിചാരിച്ചു, ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ കളർ വലിയട്ടങ്ങ് പിടിച്ചില്ല. അപ്പോൾ വേറൊരു കളറുമായിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടു, പിന്നെ ഇട്ടത് ലാൻകമ്മിൻ്റെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ. ഏത് ഷെയ്ഡാണെന്നൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നൊന്നുമില്ല. അത് തന്നെ രണ്ടും കൂടെ ഇട്ട് മിക്സ് ചെയ്തപ്പം ബെറ്ററായി. പിന്നെ ഞാൻ ബ്ലഷ് ഇടാറുണ്ട്. മുഖമൊക്കെ നല്ല തുടിത്തിരിക്കണ്ടേ ജോലിക്ക് പോകുമ്പോൾ. അങ്ങനെ മുഖമൊക്കെ നന്നായിട്ട് തുടിപ്പിച്ച്, അതിപ്പം മുഖത്ത് ബ്ലഷ് ഇട്ടില്ലെങ്കിലും ഓടിപ്പിടിച്ച് അവിടെ ചെല്ലുമ്പോൾ മുഖം ബ്ലഷ് ഇട്ട പോലെ ഇരിക്കും. അത്രയും നന്നായിട്ട് ഓടിപ്പിടിച്ചാണ് ചെല്ലുന്നത്. പിന്നെ ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്തു. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബേസിക് പറഞ്ഞതിൽ കുറച്ച് അക്ഷരപ്പശ കൊണ്ട് ക്ഷമിക്കണം. പിന്നെ കുറച്ച് ഐ ഷാഡോയും കൂടി ഇട്ടു കേട്ടോ. അത് ഈയിടെ തുടങ്ങിയ പരിപാടിയാണ്. ഞാൻ പണ്ട് അങ്ങനെ ഐ ഷാഡോ ഒന്നും ഇടത്തില്ലായിരുന്നു. പക്ഷേ ചില സമയത്ത് എനിക്ക് ഐ ഷാഡോ ഒക്കെ ഇടാൻ തോന്നും. ഈ എൻ്റെ മേക്കപ്പ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. എനിക്ക് ഒട്ടും ടൈം ഇല്ലെങ്കിൽ ജസ്റ്റ് ക്രീമൊക്കെ ഇട്ട് ഫൗണ്ടേഷനും ഇട്ട് കോമ്പാക്ട് പൗഡർ ഇട്ട് ഒറ്റ പോക്കും. അതല്ല, സമയമുണ്ടെങ്കിൽ സമയത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് എൻ്റെ ഓരോ മേക്കപ്പും ഇരിക്കും. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. പിന്നെ തലയിൽ കുറച്ച്, നമ്മൾ മാത്രം ഫുഡ് കഴിച്ചാൽ പോരല്ലോ, ഹെയർ ഫുഡും കൊടുത്തു, അല്ലെങ്കിൽ മുടിയെല്ലാം പറന്നു പോകും. പിന്നെ ഇനി ലാസ്റ്റ് പെർഫ്യൂം ഞാൻ നന്നായിട്ട് അടിക്കുവേ. അതിൽ നമ്മൾ ഈ അടുക്കളയെല്ലാം കിടന്ന് പണിതിട്ടേ നമ്മൾ എത്ര ദേഹം കുളിച്ചെന്ന് പറഞ്ഞാലും നമ്മളെ ഒരു സ്മെല്ലുണ്ടാവും. എസ്പെഷ്യലി ഇന്ത്യൻ ഫുഡ് നമ്മളപ്പോൾ പ്രിപ്പയർ ചെയ്താലും കഴിച്ചാലും ഒക്കെ നമ്മുടെ ദേഹത്ത് വല്ലാണ്ടൊരു സ്മെല്ല് വരും. അത് നമുക്കറിയത്തില്ല, നമ്മളിവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. അടുക്കളയിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോഴേ ഓർത്തെ ബാഗ് എടുത്തില്ലെന്ന്, കോട്ട് എടുത്തില്ലെന്ന്, അങ്ങനെ ഓരോ സാധനം അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി, ചാർലി ചാപ്ലിൻ്റെ ചില സിനിമ പോലുണ്ടല്ലേ, ഓട്ടം തന്നെ ഓട്ടമാണ്. നമ്മൾ തന്നെ ഉള്ളതുകൊണ്ടും കൂടെ, ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് രാവിലെ നടക്കാൻ പോയി, കൊച്ചു സ്കൂളിലും പോയി, നമുക്ക് സഹായിക്കാൻ ആരുമില്ല, നമ്മൾ തന്നെ വേണ്ടേ. പിന്നെ സോക്സൊക്കെ വലിച്ചു കുത്തി കയറ്റി, ഞാൻ പറഞ്ഞിട്ടില്ലേ, രാവിലെ കൊച്ചിന് കൊടുത്ത ചായപാത്രവും ചായയും വെള്ളമൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും എനിക്ക് എടുത്തു വെക്കാൻ സമയമില്ല. ചിലർ എൻ്റെ കമൻറ്റിൽ ഇട്ടേക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്തിട്ട് പോകരുതോ എന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ചെയ്തിട്ട് പോകാൻ എനിക്ക് സമയമില്ല. ഞാൻ പ്രാർത്ഥനയും കഴിഞ്ഞു, എൻ്റെ സാധനം എടുത്തു, ലൈറ്റ് ഓഫ് ചെയ്തു, ഓടുവാണ്.
പാത്രമൊക്കെ കഴുകാൻ നിന്നാലുണ്ടല്ലോ മക്കളെ, രാവിലെ 6:45 ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് ഇറക്കം നടക്കുകയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് കിറർ കണ്ടെന്ന് മിറർ കണ്ടു. മിററിലൊന്ന് നോക്കി പിന്നെ വെച്ച് പിടിക്കുക. ജസ്റ്റ് രാവിലെ നടക്കാൻ പോയതുകൊണ്ട് എന്നെ കൊണ്ടുവിടാൻ ആരുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമുക്ക് ഒരു വണ്ടി ഉള്ളതുകൊണ്ട് ജസ്റ്റിക്ക് ജോലിക്ക് പോകണ്ടേ. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ വണ്ടിയില്ല. ഞാൻ അതുകൊണ്ട് നടരാജ് മോട്ടോഴ്സിനാണ് പോകുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, രാവിലെ ധൃതി പിടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോയി എന്തിനാ ഇങ്ങനെ ഫ്രണ്ടിൽ സ്കൂൾ ബസ് കിടന്നാൽ അവിടെ പോസ്റ്റാകും. നമ്മൾ സ്കൂൾ ബസ് കൊച്ചിനെ കയറ്റി ആ സ്റ്റോപ്പ് സൈൻ ക്ലോസ് ചെയ്യാതെ നമുക്കിവിടെ കയറി പോകാനും പറ്റത്തില്ല. 10,000 ദിറംസാണ് ഒരൊറ്റ ഫൈന്. അതുകൊണ്ട് അതിനേക്കാളും സ്പീഡിൽ നടന്ന് ചെല്ലുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെല്ലാം, നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലാം. നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, നടക്കാനാണെങ്കിൽ ഒരു 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിലോട്ട് നടക്കാൻ. വണ്ടിക്കാണെങ്കിൽ 10 മിനിറ്റ് കൂടുതലുണ്ട്, കാരണം സിഗ്നലുണ്ട്, സിഗ്നലിൽ കിടക്കണം. പിന്നെ സ്കൂൾ ബസ്സുകൾ വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, സ്കൂൾ ബസ്സിൻ്റെ പുറകെ കിടക്കണം. മോർ ദാൻ 10 മിനിറ്റ്സ് എടുക്കും. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭം നടന്നു പോകുന്നത് കേട്ടോ. സീബ്ര ലൈനൊക്കെ ക്രോസ് ചെയ്ത് ഇതുവഴി പോവുകയാണെങ്കിൽ എനിക്ക് നേരെ ആ നടക്കുന്നിടത്തൂടെ പോകാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഇങ്ങനെ ഞാൻ പറമ്പിൽ കൂടി കയറിയാണ് പോകുന്നത്. ഇതിലാണ് ഞാൻ പറമ്പെന്ന് പറഞ്ഞത് കേട്ടോ. അതാകുമ്പോൾ 1 മിനിറ്റ് ലാഭിക്കാം. പിന്നെ ഒരു ഓട്ടപ്പെടുത്തം. ഞങ്ങളുടെ ഹോസ്പിറ്റലിലോട്ട് ഞാൻ ഷോർട്ട് കട്ട് ഇട്ട് ചാടിയാണ് പോകുന്നത്. അങ്ങനെ ഷോർട്ട് കട്ടൊക്കെ ചാടി സമയം നോക്കി 6:56, 7 മുമ്പ് ചെന്ന് പഞ്ച് ചെയ്തു. ഇനി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കുറേ നടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇനി അടുത്ത ഓട്ടപ്രദർശനം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വരെ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. എന്നാണെങ്കിലും 7 മണിക്ക് മുമ്പ് ഞാൻ പഞ്ച് ചെയ്ത് കയറും. അങ്ങനെ വളരെ റെയറായിട്ട് മാത്രമേ ഞാൻ 1-2 പ്രാവശ്യമുണ്ട് താമസിച്ച് പോയത്. അത് ഉറങ്ങിപ്പോയതുകൊണ്ട് മാത്രം കേട്ടോ, അല്ലാതെ താമസിക്കത്തില്ല. അങ്ങനെ താമസിക്കും എന്നെയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വിളിച്ച് പറയും ഞാൻ വരാൻ ലേറ്റാവും, ഒരു ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പിടിച്ച് ചെല്ലും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ 1-2 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ചെന്ന് കഴിഞ്ഞ് ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിലും എൻ്റെ ബാഗും ഒക്കെ ഒരിടത്ത് വെച്ച് പിന്നെ ഒന്നുകൂടെ പെർഫ്യൂം അടിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നടന്ന് ചെല്ലുന്നതായതുകൊണ്ടേ ചിലപ്പോൾ നമ്മളെ സ്വെറ്റ് ചെയ്യുന്നേ. അങ്ങനെ പ്രത്യേകിച്ച് ഈ രാജ്യത്തൊക്കെ എബ്രോഡ് വർക്ക് ചെയ്യുന്നവർക്കറിയാമല്ലേ, നമ്മളെ സ്വെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വല്ലാണ്ട് ബാഡായിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഈ ഓടിപ്പിടിച്ച് എന്നുകൊണ്ട് തന്നെ നന്നായിട്ട് വേർത്തു. പിന്നെ വാഷ്റൂമിലൊക്കെ പോയി മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ജോലിക്ക് കയറി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ പറഞ്ഞില്ലേ സ്മൂത്തിയാണ് നമ്മൾ കൊണ്ടുപോയത്, വേറൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. ചില ദിവസങ്ങളിൽ എനിക്ക് ഒരു ഫ്രണ്ട്സും കാണുകയില്ല. എൻ്റെ വീഡിയോയിൽ ഞാൻ ഒത്തിരി ഫ്രണ്ട്സായിട്ടിരിക്കുന്ന കാണുന്നത്, പക്ഷേ എല്ലാ ദിവസവും ഒന്നും അല്ല കേട്ടോ. ഇന്നിനിവേ ഞാൻ തന്നെയുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നെക്സ്റ്റ് ലഞ്ച്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചേക്കരുത്. ഞാൻ പറഞ്ഞില്ലേ ഇത് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിന് വന്ന് ലഞ്ച് കഴിച്ചാണ്. ലഞ്ചിന് സാലഡായിരുന്നു. ലഞ്ചിൻ്റെ ടൈമൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ബാറ്ററിയുടെ ചാർജ് ഏകദേശം തീരാറായി. നന്നായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. നല്ല ആവേശത്തോടെ കൊണ്ടുപോയ സാലഡ് കഴിക്കാം. ചില ദിവസങ്ങളിൽ സാലഡൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പോലും തോന്നാറില്ല. നമുക്ക് എന്തെങ്കിലും ടേസ്റ്റൊക്കെ ഉള്ളതാണല്ലേ കഴിക്കാൻ തോന്നത്തുള്ളൂ അല്ലേ. പിന്നെ സാമൻ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് കഴിച്ചു. അങ്ങനെ പിന്നെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ജോലിയിൽ കയറി. വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞാൻ കോഫി കുടിച്ചില്ലെങ്കിലും വൈകുന്നേരത്തെ കോഫി എനിക്ക് മസ്റ്റാണ്. 6:30 കഴിഞ്ഞു, 7 o'clock വരെയുള്ള ഡ്യൂട്ടി. എന്നിട്ട് ഞാൻ ഓടിപ്പിടിച്ച് പോയി പെട്ടെന്നൊരു കോഫി എടുത്തുകൊണ്ട് വന്നു. ഞാൻ കോഫി ഉണ്ടാക്കാൻ കോഫി പൗഡറും മിൽക്കും ഒക്കെ ചില ദിവസങ്ങളിൽ കൊണ്ടുവരാറുണ്ട്, പക്ഷേ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പോയി വാങ്ങിച്ചിട്ട് വരും. അങ്ങനെ പോയി വാങ്ങിച്ചു. കോഫി ബ്രേക്കിൻ്റെ സമയം അധികമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 6:30 കഴിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് പോയി ഒന്ന് സിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പണിയും കൂടെ ഒക്കെ തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ കോഫിയൊക്കെ സിപ്പ് ചെയ്ത് എൻ്റെ ജോലിയും കഴിഞ്ഞു. 7 മണി കഴിഞ്ഞു. 7 മണി വരെ ഉള്ളൂ. 7 to 7 o'clock ആണ് ജോലി. 12 hours ജോലിയൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് കൈയൊക്കെ ഹാൻഡ് വാഷൊക്കെ ചെയ്ത് ഇനി എന്താണ്, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് വീട്ടിലേക്ക് പോവുക. ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചപ്പോൾ 12 hours ജോലി എന്ത് പെട്ടെന്നാണ് കഴിഞ്ഞല്ലേ. അങ്ങനെയൊന്നും കഴിയല്ല. 12 മണിക്കൂർ ജോലി എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറും ജോലി തന്നെയാണ്. അത് 12 മണിക്കൂറായിട്ട് തന്നെ പോകും. പക്ഷേ എനിക്കത് യൂസ്ഡ് ആയി കേട്ടോ. എനിക്ക് 12 hours ജോലിയാണ് ഇഷ്ടം. ഈ 8 hours എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുന്നൊരു കാര്യമല്ല. ഞാൻ ചിന്തിക്കുക എങ്ങനെ 8 hours ജോലി ചെയ്യുന്നതെന്ന്. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞു. എൻ്റെ പെട്ടിയും പ്രമാണവും ഒക്കെ കബോർഡിൽ നിന്ന് എടുത്തു. വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് എന്നെ പിക്ക് ചെയ്യാൻ വന്നു. രാവിലെ കൊണ്ടുപോകാൻ വന്നില്ലേലും വീട്ടിൽ വന്ന നേരെ കിച്ചണിലോട്ട്. ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സ് പോലും മാറുന്നതിന് മുമ്പ് എൻ്റെ ടിഫിൻ ബോക്സൊക്കെ ഞാൻ നേരെ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കും. അതൊക്കെ നേരെ സിങ്കിലിട്ടിട്ടാണ് പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ ഇനി നിങ്ങൾ പറഞ്ഞേക്കരുത് എൻ്റെ പൊന്നോ ജോലി കഴിഞ്ഞ് സ്ക്രബ് സ്യൂട്ട് പോലും മാറാതെ അടുക്കള കയറിയെന്നൊന്നും. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ പാത്രം ടിഫിൻ ബോക്സൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് പിടിക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ടാണ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടത്. അപ്പോഴത്തേനും സമയം ഞാൻ പറഞ്ഞില്ലേ 8 മണിയാവും വീട്ടിൽ വരുമ്പോഴത്തേനും. പിന്നെ പോയി പെട്ടെന്ന് നന്നായിട്ടൊരു കുളിയൊക്കെ പാസ്സാക്കി
കുളിയെല്ലാം കഴിഞ്ഞ് വന്നു. പിന്നെ കുറച്ച് എന്താ പറയുന്നത്, നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ, എൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ. ജസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഏതെങ്കിലും ഒരു സീറം. ഇന്നിപ്പോൾ വൈറ്റമിൻ സീറമാണ് അപ്ലൈ ചെയ്ത്, വൈറ്റമിൻ സീറം ഇട്ടു. പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇടും, ഒരു ലിപ് ബാം ഇടും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ, അതിൽ കൂടുതൽ ആഡംബരമൊന്നുമില്ല. പിന്നെ രാത്രിയല്ല, എപ്പോൾ കുളിച്ചാലും എനിക്ക് നമ്മുടെ നാട്ടിലെ തോർത്തില്ലേ, നമ്മളൊക്കെ യൂസ് ചെയ്തിട്ടില്ല, നിങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ച് തല കെട്ടുന്നത് എനിക്ക് വല്ലാണ്ടൊരു സുഖമുള്ളൊരു കാര്യം കേട്ടോ. കുറച്ച് നേരം തലയ്ക്ക് നല്ല തണുപ്പ് നിൽക്കും. ഈ ടവല് കെട്ടുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ല, ബാത്ത് ടവല്. അതിനേക്കാളും എനിക്കിഷ്ടം ഈ തോർത്ത് കുറച്ച് നേരം കെട്ടി, പണ്ടത്തെ നാടൻ രീതി. എനിവേ അത് ശീലിച്ചുകൊണ്ടായിരിക്കാം അത് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇട്ടു, പിന്നെ ബോഡി ക്രീമൊക്കെ ഇട്ടു. കാരണം ഇവിടെ നമ്മൾ എന്താ പറയുക, നാട്ടിലൊക്കെയാണ് അങ്ങനെ മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ, ബോഡി ക്രീമിൻ്റെ ഒന്നും. പക്ഷേ ഇവിടെ ക്രീമൊന്നും ഇല്ലാതെ പറ്റത്തില്ല, കാരണം നമ്മുടെ ബോഡി ഭയങ്കര ഡ്രൈ ആവും. അപ്പത്തന്നെ സമയം 8:20 കഴിഞ്ഞു. നേരെ ഹോളിൽ ചെന്നു, ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞു. ജസ്റ്റ് ഭയങ്കര തിരക്കാണ്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ജേഡുവാണെങ്കിൽ വയറിലൊക്കെ അടിച്ചുകൊണ്ട് കിടപ്പുണ്ട്. അമ്മ വിശക്കുന്നു എന്ന് പറഞ്ഞ്. അത് കണ്ടപ്പോൾ തന്നെ എന്നിലെ അമ്മയ്ക്ക് സങ്കടം വന്നു. പാവമല്ലേ, ഞാൻ വരുന്നത് നോക്കിയിരിക്കും, എന്നാൽ ഫുഡ് ഉണ്ടത് ചൂടാക്കി കഴിക്കുകയൊന്നുമില്ല. പിന്നെ രാവിലെ നമ്മളുണ്ടാക്കിയ പാസ്തയില്ലേ, അത് തന്നെ എടുത്ത് ചൂടാക്കി കൊടുത്തു. അതവന് ഇഷ്ടമാണ് കേട്ടോ, അതല്ലേ അവൻ കഴിക്കത്തൊന്നുമില്ല. ചോറൊക്കെ ആണേലേ കഴിക്കാൻ ഭയങ്കര മടി ആശാന്. ഇതൊക്കെ ആകുമ്പം തന്നെ കഴിച്ചോളും. അങ്ങനെ പാസ്തയൊക്കെ റെഡിയാക്കി കൊടുത്തു. ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഈ ഫ്രിഡ്ജും അടുക്കളയിലെ സാധനവും കൂടെ ഞാൻ ജോലിക്ക് കൊണ്ടാറുണ്ടോ എന്ന്. ഇവരുടെ ഇരിപ്പ് കാണുമ്പോൾ ഞാൻ വരുന്നത് നോക്കിയിരിക്കും രണ്ടും കൂടെ. അങ്ങനെ ജേഡുവിന് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാളുടെ അടുക്കളയിൽ കയറി. പിറ്റേ ദിവസം എനിക്ക് ജോലിയുള്ള ദിവസമായിരുന്നേ. അപ്പോൾ എനിക്ക് ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ സ്മൂതി അല്ലേ കൊണ്ടുപോയത്, അപ്പോൾ ഒരു ഓവർനൈറ്റ് ഓട്സ്, അത് തലേദിവസം തന്നെ നമ്മളെടുത്ത് ഫ്രിഡ്ജ് വെച്ച് ഉണ്ടാക്കി വെക്കണമല്ലോ. അപ്പോൾ ഓട്സും എന്താ പറയേണ്ടത്, മിൽക്കും പിന്നെ അതിന് വേണ്ട ഫ്രൂട്ട്സും ഒക്കെ കൂടെ വെച്ചിട്ട് ഒരു ഓവർനൈറ്റ് ഓട്സ്. ഈ ഓവർനൈറ്റ് ഓട്സ് ആണെങ്കിലും നമ്മുടെ വീട്ടിൽ ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ എന്നൊരു പ്രത്യേകതയുണ്ട്. ജസ്റ്റ് ഇതൊന്നും കഴിക്കില്ല, കൊച്ചും കഴിക്കില്ല. അവർക്കൊക്കെ സെപ്പറേറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണെങ്കിലും വേറെ ഉണ്ടാക്കണം. പക്ഷേ എനിക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെയും ഉച്ചയ്ക്കും ഞാൻ കാർബോഹൈഡ്രേറ്റ് അങ്ങനെ എടുക്കാറില്ല. കാർബോ ഏതെങ്കിലും ഒന്ന് ഇതുപോലത്തെ എന്തെങ്കിലും ലൈറ്റാക്കും. പക്ഷേ ഓവർനൈറ്റ് ഓട്സ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പണ്ട് തൊട്ടേ കഴിക്കുന്നതാണ്. ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും സുഖമാണെന്നുള്ളതുകൊണ്ട് അങ്ങനെ എൻ്റെ ഓവർനൈറ്റ് ഓട്സൊക്കെ റെഡിയാക്കി. അതിന് വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് റീപ്ലേസ് ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, ജോലിയുള്ളപ്പോൾ നമുക്ക് ജോലിക്കാരി വരുമെങ്കിലും നമ്മൾ നമ്മുടേതായ പണികളൊക്കെ തീർക്കണമല്ലോ. അങ്ങനെ സാധനമൊക്കെ ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചു. ഇനി കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. പക്ഷേ നമ്മൾ രാവിലെ സിങ്കിനകത്ത് ഇട്ട പാത്രം എല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് അടുക്കളയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പുള്ളിക്കാരത്തി, ഇവിടുന്ന് ഏജൻസി എന്നാണ് വരുന്നത്. പുള്ളിക്കാരത്തി വന്ന് വീടെല്ലാം നല്ല വൃത്തിയാക്കി അടിച്ച് പാത്രമെല്ലാം കഴുകും കേട്ടോ. അതല്ല എങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്ക് ജോലി ഉള്ളപ്പോൾ മാത്രമേ ഞാൻ അവരെ വിളിക്കാറുള്ളൂ, ഓഫുള്ളപ്പോൾ അങ്ങനെ വിളിക്കാറില്ല. കാരണം ഓഫുള്ളപ്പോൾ എനിക്ക് മാനേജ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞാൻ രാവിലെ കൊണ്ടുപോയ പാത്രങ്ങളും കൊച്ചിൻ്റെ ടിഫിൻ ബോക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി. ഞാനിങ്ങനെ വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്ന പരിപാടിയും അല്ലെ എൻ്റെ പണിയുടെ കഷ്ടപ്പാടൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും ലിറ്റിക്ക് ഒരു ജോലിക്കാരിയെ വെക്കരുതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അവരോടാണ്. എനിക്ക് സഹായിക്കാൻ ആളുണ്ട്, പക്ഷേ ഓഫുള്ളപ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല. അപ്പോഴത്തെ പരിഭവം പറയുന്നത് കേട്ടോ. അത് എന്നെ സഹായത്തിന് മാത്രമല്ല, പിന്നെ ജേഡു തന്നെയല്ലേ ഉള്ളൂ. ഞങ്ങൾ ജോലി കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഒരു 8 മണി കഴിയും. ജസ്റ്റ് ആണെങ്കിലും ഒരു 5:36 ആവും. അപ്പോൾ കൊച്ച് 2:40 ഒക്കെ ആകുമ്പോഴത്തേനും വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവനെ തന്നെ ഇരുത്താൻ കഴിയില്ലാത്തത് കൊണ്ട് ഒരു ജോലിക്കാരിയെ വിളിക്കുന്നത്. കാരണം അവൻ വല്ലാണ്ട് കുരുത്തക്കേടൊക്കെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. എനിക്ക് കഴിക്കാൻ വേണ്ടി ഗ്രേപ്സും കുറച്ച് വെള്ളവും എടുത്തു. ഇനി അത് കഴിക്കുക, കുറച്ച് നേരം ഇരിക്കുക, കിടന്നുറങ്ങുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. എനിക്ക് ജോലിയുള്ളപ്പോഴത്തെ. ഇപ്പം തന്നെ സമയം 9 മണിയായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, പോയേച്ചും വരാം.